ഹായ് എവരിവൺ. വെക്റ്റർ സ്പേസുകളുടെ ബേസിസ് ആൻഡ് ഡയമെൻഷൻ ഈ ടോപ്പിക്കുകളിലുള്ള ഏതാനും പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തിയറി സെഷനിൽ പറഞ്ഞ പോലെ തന്നെ പലതരം വെക്റ്റർ സ്പേസുകളുണ്ട്. നമുക്ക് വെക്റ്റർ സ്പേസിനെ കുറിച്ചുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആവാം, ചില സ്പെഷ്യൽ ആയിട്ടുള്ള വെക്റ്റർ സ്പേസുകളിൽ നിന്നിട്ടുള്ള ചോദ്യങ്ങളും ആവാം. അപ്പം അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, W എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സബ്സ്പേസ് ഓഫ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് V ആണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിന്റെ ഡയമെൻഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ സബ്സ്പേസ് ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് എ പ്രോപ്പർ സബ്സ്പേസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ ഡയമെൻഷൻ ഓഫ് ദി വെക്റ്റർ സ്പേസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ഫൈനൈറ്റ് ഡയമെൻഷൻ ആൻഡ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഇസ് ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്ന ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മളിപ്പോൾ R3 എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ R3 എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡയമെൻഷൻ 3 ആണ്. ഇതിന്റെ ഡയമെൻഷൻ 3 ആണ്. പക്ഷേ ഇതിന് ഒരു 2 ഡയമെൻഷണൽ സബ്സ്പേസ് ഉണ്ട്, 1 ഡയമെൻഷണൽ സബ്സ്പേസ് ഉണ്ട്, പിന്നെ ഒരു 0 എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അല്ലെ, 0 ട്രിവിയൽ സബ്സ്പേസ് ഉണ്ട്. 2 ഡയമെൻഷണൽ സബ്സ്പേസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിരിക്കും, ഒറിജിനൽ കൂടി പാസ് ചെയ്യുന്ന അല്ലെ, ഒറിജിനൽ കൂടി പാസ് ചെയ്യുന്ന പ്ലെയിൻ ആയിരിക്കും. 1 ഡയമെൻഷണൽ എന്ന് പറയുന്നത് ഒറിജിനൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ ആയിരിക്കും, പിന്നെ ഒരെണ്ണം 0 മാത്രമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഏത് വെക്റ്റർ സ്പേസ്, ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എടുത്താലും അതിൽ താഴെ ഓർഡർ ഉള്ള എല്ലാ ഡയമെൻഷനിലുള്ള വെക്റ്റർ സ്പേസുകൾ സബ്സ്പേസ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അടുത്തത് ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് ആണ്. നമുക്ക് 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, ആൽഫ, ബീറ്റ, ഗാമ. ആ 3 വെക്ടേഴ്സിനെ ആഡ് ചെയ്തിട്ട് വേറെ ഒരു 3 വെക്ടേഴ്സ് ഞാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ശരിക്കും തിയറട്ടിക്കലി നമ്മളിത് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആൽഫ, ബീറ്റ, ഗാമ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് അറിയാം. അതായത് C1 ആൽഫ പ്ലസ് C2 ബീറ്റ പ്ലസ് C3 ഗാമ ഈക്വൽ ടു 0 ഇംപ്ലൈസ് Ci ഈക്വൽ ടു 0. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് C1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് C2 ഇൻറ്റു ബീറ്റ പ്ലസ് ഗാമ പ്ലസ് C3 ഇൻറ്റു ഗാമ പ്ലസ് ആൽഫ ഈക്വൽ ടു 0. ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൽഫയുടെ കോഎഫിഷ്യൻസ് എല്ലാം ഒന്നിച്ചെഴുതും. അപ്പോൾ നമുക്ക് കിട്ടും C1 പ്ലസ് C3 ഇൻറ്റു ആൽഫ പ്ലസ് C1 പ്ലസ് C2 ടൈംസ് ബീറ്റ പ്ലസ് C2 പ്ലസ് C3 ടൈംസ് ഗാമ ഈക്വൽ ടു 0. ഇങ്ങനെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന ആരാണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതിനർത്ഥം C1 പ്ലസ് C3 0 ആയിരിക്കും, C1 പ്ലസ് C2 0 ആയിരിക്കും, C2 പ്ലസ് C3 0 ആയിരിക്കും. ഇതിനെ നമ്മളൊരു സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ ആണ് അല്ലെ. ഇപ്പൊ ഇത് നമ്മൾ മെട്രിക്സ് ആയിട്ട് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും: 1 0 1 1 1 0 0 1 1 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇതിന്റെ റാങ്ക് 3 ആണെങ്കിൽ തീർച്ചയായിട്ടും C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് കണ്ടീഷൻ അനുസരിച്ച് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിന്റെ റാങ്ക് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റ് ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് റാങ്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. സോ 1 0 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 1 മൈനസ് 1, ഒന്നുകൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 1 0 0 1 എന്ന് പറഞ്ഞ ഫോമിലേക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ റാങ്ക് 3 ആണ് അല്ലെ. സോ റാങ്ക് 3 ആയതുകൊണ്ട് നമുക്ക് പറയാം ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. അതായത് ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. സോ C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈക്വൽ ടു 0 ഇംപ്ലൈസ് C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു 0 ഇംപ്ലൈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിന് ആൻസർ ഇത് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമ്മൾ പോയിരിക്കുന്ന സമയത്ത് ഇത്രയും പ്രോസസ്സ് മുഴുവൻ ചെയ്ത് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ല, അത്രയും സമയം നമുക്ക് കളയാനില്ല. അപ്പൊ നിങ്ങൾ ഈ മെട്രിക്സിലേക്ക് ഒന്ന് നോക്കി, നമുക്ക് ലാസ്റ്റ് കിട്ടിയ മെട്രിക്സ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ശരിക്കും ആൽഫ, ബീറ്റ, ഗാമ ഈ ഇക്വേഷനിൽ നിന്ന്
ഇപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ഉണ്ട്. ഇതിന്റെ കോഎഫിഷ്യൻസിനെ കോളം ആയിട്ട് എഴുതിയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും അത്. 1 1 0 0 1 1. അടുത്ത് നോക്കിയാൽ ആൽഫ ഇല്ല, ആൽഫ ഉണ്ട്, സോറി, ആൽഫ 1, ബീറ്റ ഇല്ല, ഗാമ 1. ഇത് ഈ മെട്രിക്സ് ആണ് നമുക്ക് ഈ ലാസ്റ്റ് തന്നിട്ടുള്ളത്. ഇത് നോക്കിയാൽ കാണാൻ പറ്റും ഈ മെട്രിക്സ് അല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു 3 വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാക്കിയ വേറൊരു 3 വെക്ടറിന്റെ ലീനിയർ ഇൻഡിപെൻഡൻസോ ഡിപെൻഡൻസോ ബേസിസിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ കോഎഫിഷ്യൻസിനെ കോളംസ് ആയിട്ട് എഴുതിയിട്ട് ഒരു മെട്രിക്സ് ഉണ്ടാക്കുക. ഇതിന്റെ റാങ്കിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. റാങ്കോ അല്ലെങ്കിൽ ഡിറ്റർമിനന്റോ, സ്ക്വയർ മെട്രിക്സ് ആണ് ഡിറ്റർമിനന്റ് നോക്കാമല്ലോ. ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇറ്റ്സ് നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് കോളംസ് ഇവിടെ 3 ആണ്. ദാറ്റ് ഇംപ്ലൈസ് ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, കാരണം എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ഫോം ആയിരിക്കും നമ്മൾ ചെയ്യുക. ട്രിവിയൽ സൊല്യൂഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. എനിവേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടി ക്ലിയർ ആണ്. 0 വെക്ടർ വന്നിട്ടുള്ള എല്ലാ സെറ്റും ലീനിയർലി ഡിപെൻഡന്റ് ആണ്. ഓക്കെ, 0 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ലീനിയർ കോമ്പിനേഷൻ ചെയ്ത് നമുക്ക് ഒരെണ്ണത്തിന് 0 ആക്കാൻ പറ്റും. അപ്പോൾ 0 വന്നാൽ അത് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഓൺലി 1 ഈസ് ട്രൂ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 മാത്രമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, V1 V2 V3 V4 4 തന്നിട്ടുണ്ട്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ലാത്ത സെറ്റ് എന്നാണ് ചോദ്യം. ഇവിടെ ഞാൻ മുമ്പേ ചെയ്തതിന്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോബ്ലം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി, ഓരോ പ്രോബ്ലത്തിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് നമ്മൾ എഴുതിയാൽ മതിയാവും. ഇപ്പൊ ഇവിടെ എഴുതുന്നത് 4 ഉണ്ട്, V1 V2 V3 V4. ഫസ്റ്റിന്റെ കോളം എഴുതാം, V1 V2 V3 V4, V1 V2 V3 V4, V1 V2 V3 V4. ഇതാണ് മെട്രിക്സ്. ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കണം അല്ലെ, ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കണം. അതിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതിപ്പോ നമ്മൾ നോക്കിയാൽ ഇതിന്റെ റാങ്ക് 3 ആണെന്ന് കിട്ടും അല്ലെ. 1 0 0 റോ ഒക്കെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് 0 0 1 0, ഇവിടെ ഒരു 1 വരും. ഈ ലാസ്റ്റത്തെ റോ എടുത്ത് ഇങ്ങോട്ട് എഴുതിയാൽ മതി. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 0 1 എന്ന് പറഞ്ഞ ഫോർമാറ്റ് കിട്ടും. ഇത് രണ്ടും റെഡ്യൂസ് ചെയ്തിട്ട് എങ്ങനെയാലും ചെറിയ അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ട് പെട്ടെന്ന് ഇതിന്റെ റാങ്ക് 3 ആണെന്ന് കണ്ടുപിടിക്കാം. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പൊ ഇതൊരു റാങ്ക് 3 മെട്രിക്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്പർ ഓഫ് കോളംസും 3 ആണ്. അതുകൊണ്ട് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അത് ഓപ്ഷൻ അല്ല. രണ്ടാമത്തെ കേസ് നോക്കാം. V1 V2 V3 V4, V1 V2 V3 V4, V1 V2 V3 V4. ഇതാണ് മെട്രിക്സ്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു 3/3 മെട്രിക്സ് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന്റെയും റാങ്ക് 3 ആണ്. അതുകൊണ്ട് തന്നെ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. നമ്പർ ഓഫ് കോളംസും 3 ആണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ അതും ഓപ്ഷൻ അല്ല. ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, ഇതും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ V1 V2 V3 V4, V1 minus V2 V3 V4, V1 V2 V3 V4. വീണ്ടും നിങ്ങൾ നോക്കി കാണാൻ പറ്റും -1 -2 0. ഇതും റാങ്ക് 3 ആണ്. റാങ്ക് ഓഫ് ഈക്വൽ ടു 3 ആണ്, ഇംപ്ലൈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ആൻഡ് ഫൈനലി 4 നോക്കാം. ഓക്കെ, മെട്രിക്സ് എഴുതുമ്പോൾ V1 V2 V3 V4, V3 1 0, V1 V2 V3 V4 and V1 V2 V3 V4. ഓക്കെ, ഇത് നിങ്ങൾ നോക്കി കാണാൻ പറ്റും. ഇത് റാങ്ക് 2 ആണ്. ആദ്യത്തെ രണ്ടെണ്ണം തന്നെ സെയിം മെട്രിക്സ് ആണ്. അപ്പൊ ഇത് ഒരെണ്ണം ഒരു റോ ഫുള്ള് 0 ആയി കളയാം. അപ്പൊ തന്നെ ഇത് ഒരു 2 റോ ഫുള്ള് 0 ആയി. എന്തായാലും റാങ്ക് ഓഫ് എ ഡെഫിനറ്റ്ലി ലെസ് ദാൻ 3 ആണ്. സോ ഇറ്റ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതാണ് ആൻസർ. 4th വൺ ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബേസിസ് ഫോർ R3? R3യുടെ ബേസ് ഏതെന്നാണ്. ഇത് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു നമ്മൾ ഈ റോ എഴുതുന്നതിന് പകരം ഇതിനൊക്കെ ഒരു കോളംസ് ആയിട്ട് എഴുതിയാൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. 1 2 3 1 3 1 1 4 1.
ഇത് റാങ്ക് 3 അല്ല, റാങ്ക് 2 ആണ്. സോ ലീനിയർലി ഇത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്, ബേസിസ് അല്ല. അടുത്തെടുത്താൽ 1 1 2 1 1 3 1 1 4. എഗെയിൻ 2 റോ സെയിം ആണ്. 2 റാങ്ക് 2 ഉള്ളൂ. ഇതൊരു 2 ഡയമെൻഷണൽ സ്പേസ് ആണെന്ന് പറയാം. അപ്പോൾ R3ക്ക് 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് കിട്ടത്തില്ല. ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്, അതുകൊണ്ട് അത് ബേസിസ് ആവില്ല. മൂന്നാമത്തെ കേസിൽ 1 1 1 2 1 1 3 1 3. ഇത് ചെക്ക് ചെയ്യേണ്ടി വരും. 1 2 3 0 -1 -2 0 -1 0. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം 0 1 വരും. ഇത് റാങ്ക് 3 ആണ്. ഓക്കെ, അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, അതുകൊണ്ട് ഇത് ബേസിസ് ആണ്. ലാസ്റ്റത്തെ കേസിൽ 1 1 1 2 1 1 3 1 1. നോക്കുമ്പോൾ തന്നെ അറിയാം ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്, ബേസിസ് അല്ല. ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ 3യിലേക്കൊക്കെ എത്താൻ പറ്റിയാൽ നല്ലതാണ് കേട്ടോ. ഇത്രയും ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആൻസറിൽ എത്താൻ പറ്റും. ഇപ്പൊ നമ്മൾ 4th ക്വസ്റ്റ്യൻ മുതൽ Rn എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. ഇതും R3യുടെ ക്വസ്റ്റ്യൻ ആണ്. W is a subspace given by. ഒരു സബ്സ്പേസ് തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു Rnന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏത് സബ്സ്പേസ് എടുത്താലും അത് അത് ഏതോ ഒരു ഒരു മെട്രിക്സിന്റെ നൾ സ്പേസ് ആയിട്ടാണ് വരിക. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് Ax ഈക്വൽ ടു 0, ഈ ഫോമില വരിക. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അത് തന്നെ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ 1 1 1 XYZ ഈക്വൽ ടു 0 ഉണ്ട്. ഇതിപ്പോ ഒരു Ax ഈക്വൽ ടു 0 ആണ്. ഇതിന്റെ സൊല്യൂഷൻ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും? ഇതിന്റെ സൊല്യൂഷൻ സ്പേസിന്റെ ഡയമെൻഷൻ ആണ്, അല്ലെ? അല്ലെങ്കിൽ നൾ സ്പേസ് ഓഫ് എയുടെ ഡയമെൻഷൻ, അല്ലെങ്കിൽ നള്ളിറ്റി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കുക. ഈ മെട്രിക്സിന്റെ റാങ്ക് 1 ആണ്. അപ്പൊ നള്ളിറ്റി എത്രയായിരിക്കും? നമ്പർ ഓഫ് കോളംസ് 3 - 1 2 ആയിരിക്കും. അപ്പൊ ഇതൊരു 2 ഡയമെൻഷണൽ സ്പേസ് ആണ് എന്ന് പറയാം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഇക്വേഷൻ, ഇതാണ് ഓൾവേസ് സ്റ്റാൻഡേർഡ്. ഇങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും. ഇതിനകത്തേക്ക് നമുക്ക് ഏത് കണ്ടീഷനും അപ്ലൈ ചെയ്യാൻ പറ്റും. വേറെ ഒരു ഓപ്ഷൻ 3 വേരിയബിൾ ഉണ്ട്, എത്ര ഇൻഡിപെൻഡന്റ് ചോയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 3 വേരിയബിൾ ഉണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ആണെങ്കിൽ 2 ഇൻഡിപെൻഡന്റ് ചോയ്സ് ആണ്. അത് തന്നെയാണ് ക്ലാസിക്കലി നമ്മൾ നള്ളിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2 R4നെ കുറിച്ചിട്ടാണ്. 2 സബ്സ്പേസ് തന്നിട്ടുണ്ട്. V1 ABCD അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇത് വീണ്ടും സം Ax ഈക്വൽ ടു 0 ഫോമിലാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. V2 ABCD ഇവിടെയും 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതും സം Ax ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഇന്റർസെക്ഷന്റെ ഡയമെൻഷൻ കാണണം, അല്ലെ? V1 ഇന്റർസെക്ഷൻ V2. ഇപ്പോൾ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ V1 ഇന്റർസെക്ഷൻ V2 എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ V1ന്റെയും V2ന്റെയും കണ്ടീഷൻസ് ഒരുപോലെ അപ്ലൈ ചെയ്യും, അല്ലെ? അതായത് B - 2C + D 0 ആയിരിക്കും. അതുപോലെ C - D 0 ആയിരിക്കും. B - 2Cയും 0 ആയിരിക്കും. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്പേസ്, അതാണ് V1 ഇന്റർസെക്ഷൻ V2 എന്ന് പറയുന്നത്. അപ്പൊ അത് വീണ്ടും എന്തായിരിക്കും? R4ന്റെ സബ്സ്പേസ് ആണ്. അപ്പൊ ഇതിനെ വീണ്ടും നമുക്കൊരു മെട്രിക്സ് ആയിട്ട് എഴുതി കൂടെ എന്ന് നോക്കൂ. എയുടെ കോഎഫിഷ്യൻ, ബിയുടെ കോഎഫിഷ്യൻ, സിയുടെ കോഎഫിഷ്യൻ, ഡിയുടെ കോഎഫിഷ്യൻ. എ ഇല്ല, ബി ഇല്ല, സി ഡി, എ ബി സി, സിയുടെ കോഎഫിഷ്യൻ -2, ഡി ഇല്ല. ഇതാണ് മെട്രിക്സ്, അല്ലെ? ഇതിന്റെ റാങ്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മെട്രിക്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ 0 1 -2 1 0 0 1 -1 0 1 -1 0 -2 -2 0, ഇത് -1 എന്ന് കിട്ടും. ഇതിന്റെ റാങ്ക് നമുക്ക് 3 എന്ന് കിട്ടും. സോ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് A ഈക്വൽ ടു 3. തീർച്ചയായിട്ടും നള്ളിറ്റി ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് മൈനസ് റാങ്ക് 1 എന്ന് കിട്ടും. സോ ഇതിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ നള്ളിറ്റി ആയിരിക്കും. ഈ മെട്രിക്സിന്റെ നള്ളിറ്റി ആണ് V1 ഇന്റർസെക്ഷൻ V2ന്റെ ഡയമെൻഷൻ. അതുകൊണ്ട് അതിന്റെ ആൻസർ നമുക്ക് കിട്ടും 1 ആയിരിക്കും. അടുത്ത ഏതാനും ക്വസ്റ്റിന് നമ്മൾ പോളിനോമിയൽ സ്പേസിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. Let V be the vector space of all polynomials of degree less than or equal to 2. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുള്ളത് V2 of x എന്ന് പറയുന്ന വെക്ടർ സ്പേസിനെ കുറിച്ചിട്ടാണ് ചോദ്യം. ബേസിസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ബേസിസ് ആകണമെങ്കിൽ P2 of xന്റെ ഡയമെൻഷൻ നമുക്കറിയാം. ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 എണ്ണം വേണം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സെറ്റിലും 3 എണ്ണം ഉണ്ട്.
ഏതാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അപ്പോൾ ജനറലി നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം ഇതിന്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താണ് ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് വൺ തന്നെ ചെയ്യാം. നമുക്കറിയാവുന്നത് P2 സ്റ്റാൻഡേർഡ് ബേസിസ് 1x(x)² ആണ്, അല്ലേ? അതുകൊണ്ട് തന്നെ C1 plus C2x plus C3x² equal to 0 implies C1 equal to C2 equal to C3 equal to 0. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്നും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. നമുക്ക് ഇവിടെ നോക്കാം. C into 1 plus x plus C2 into 2 plus x plus C3 into 1 plus x² equal to 0 ആയിരിക്കും, അല്ലേ? നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് കോൺസ്റ്റന്റ് ടേമുകളെല്ലാം കൂടെ എടുക്കാം. C plus 2C2 plus C3 പ്ലസ് അടുത്ത എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കാം. C1 പ്ലസ് C2 ടൈംസ് എക്സ് പ്ലസ് അടുത്ത x² കോഎഫിഷ്യന്റ് C3 മാത്രമേ ഉള്ളൂ. C3x² ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ നമുക്കറിയാം ഇത് 1x(x)² കോഎഫിഷ്യൻസ് എല്ലാം 0 ആയി മതിയാവും, കാരണം അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് കിട്ടും C1 പ്ലസ് 2C2 പ്ലസ് C3 ഈക്വൽ ടു 0, C1 പ്ലസ് C2 ഈക്വൽ ടു 0 ആൻഡ് C3 ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് എഴുതും. 1 2 1 1 1 0 0 0 1. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചാൽ മതി. 1 2 1 1 minus 1 0 minus 1 minus 1 0 0 1. ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ തന്നെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇതിന്റെ റാങ്ക് 3 എന്ന് കിട്ടും, അല്ലേ? സോ ഇതിന്റെ റാങ്ക് 3 ആണ്. സോ ഡെഫിനറ്റ്ലി ഇതിന് സൊല്യൂഷൻ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? ഇതിന്റെ സൊല്യൂഷൻ C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വൺ നമുക്കൊരു ബേസിസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ആൻസർ തെറ്റാണ്. ഓക്കെ, ഇനി വേറെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ് ഈ മെട്രിക്സിലേക്ക് ഇത്രയും സ്റ്റെപ്പുകളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് വരിക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കും, അല്ലെ? എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ കൂടി എത്തുക എന്നുള്ളത്. ഇനി ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കാം. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മെട്രിക്സ് 1 2 1 1 1 0 0 0 1. ഇത് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഈ തന്നിരിക്കുന്ന ടൈമിലെ കോൺസ്റ്റൻസ് ആദ്യം എഴുതുന്നു 1 2 1, പിന്നെ എക്സിന്റെ കോഎഫിഷ്യൻസ് എഴുതുന്നു 1 1 0, പിന്നെ x² കോഎഫിഷ്യൻസ് എഴുതുന്നു 0 0 1. ഇതല്ലേ ആക്ച്വലി നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഈ ഫസ്റ്റ് വൺ ഇത് കോൺസ്റ്റന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, ഇത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, ഇത് x² കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഇനി ഇതിന്റെ റാങ്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് ഇത് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് ഇത് നോട്ട് എ ബേസിസ് എന്ന് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇറ്റ് ഈസ് എ ബേസിസ്, അതുകൊണ്ട് ഫസ്റ്റ് വൺ നോട്ട് ഒരു ഓപ്ഷൻ അല്ല. അപ്പോൾ അടുത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. അത് ഒന്ന് 1 പ്ലസ് എക്സ് ആണ് തന്നിരിക്കുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്താൽ 1 പ്ലസ് 2x പ്ലസ് x², 1 മൈനസ് എക്സ് എന്ന് കിട്ടും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മെട്രിക്സ് എഴുതാം. 1 1 1, എക്സിന്റെ കോഎഫിഷ്യന്റ് 1 2 മൈനസ് 1, x² കോഎഫിഷ്യന്റ് 0 1 0. ഇതാണ് മെട്രിക്സ്. ഇതും നമ്മളൊന്ന് റോ റിഡ്യൂസ് ചെയ്ത് നോക്കേണ്ടി വരും. റോ റിഡ്യൂസ് ചെയ്യുമ്പോൾ 1 1 1 0 2 മൈനസ് 1 1 മൈനസ് 2 0 1 0 എന്ന് കിട്ടും. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ റാങ്ക് 3 മെട്രിക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇത് റാങ്ക് 3 ആണ്. അതുകൊണ്ട് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുകൊണ്ട് അത് ബേസിസ് ആയിരിക്കും, ഓപ്ഷൻ അല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ ഇനിയിപ്പോൾ ഡയറക്റ്റ് മെട്രിക്സ് എഴുതാം. 1 1 1, എക്സിന്റെ കോഎഫിഷ്യന്റ് 1 മൈനസ് 1 0 0 0 മൈനസ് 1. ഇതേ ഓപ്ഷൻസ് ഇവിടെയും വരും. റാങ്ക് 3 ആണ്. ഇത് ബേസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും. അപ്പൊ ഇത് ബേസ്ഡ് ആണ്, ഓപ്ഷണൽ. പക്ഷെ ലാസ്റ്റത്തെ കേസിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 1 മൈനസ് 1 0 1 0 1 0 1 1 ഇങ്ങനെ ഒരു മാട്രിക്സ് കിട്ടും. ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
1 മൈനസ് 1 0, 1 മൈനസ് 1 0, 0 മൈനസ് മൈനസ് 1, 1 എന്ന് കിട്ടും, ഇത് 1 എന്ന് കിട്ടും, 0 1 1. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും റാങ്ക് 2 ആണ്, ഇംപ്ലൈസ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്, ഇത് നോട്ട് എ ബേസിസ് ആണ്. ഇത് കണ്ടുപിടിക്കാൻ വേറെ ഒരു എളുപ്പമാർഗം കൂടിയുണ്ട്. ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ മൂന്നാമത്തെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സ് പ്ലസ് എക്സ് സ്ക്വയറിൽ നിന്ന് 1 പ്ലസ് എക്സ് കുറച്ചാൽ, ഇഫ് ഐ കോൾ ദിസ് as എ, ദിസ് as ബി, അപ്പോൾ ഇതെന്ന് പറയുന്നത് എ മൈനസ് ബി ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ കണ്ടോ, ഇത് ദർ ഇസ് എ ലീനിയർ റിലേഷൻ, ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും, ഇത് നമ്മുടെ ബേസിസ് ആയിരിക്കില്ല. നമുക്ക് വളരെ പെട്ടെന്ന് പറയാം ലീനിയർലി ഡിപെൻഡന്റ് ആണ്, അതുകൊണ്ട് അത് ബേസിസ് അല്ല, അതുകൊണ്ട് അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ആക്ച്വൽ മെത്തേഡ് പറഞ്ഞു, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എല്ലാ പ്രോബ്ലത്തിനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരെണ്ണം പറഞ്ഞു. ഇത് കൂടാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലായ്പ്പോഴും നമുക്ക് അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു പോളിനോമിയൽ സ്പേസിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പോളിനോമിയൽ, ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്, 3 തേർഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന വെക്ടർ സ്പേസ് ആണ് W. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ മുമ്പേ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മെട്രിക്സ് ചെയ്യാൻ മതിയാവും. ഓക്കെ, അതായത് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ബേസിക്കലി അതാണല്ലോ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെട്രിക്സുകൾ മാത്രം ഇപ്പോൾ കോൺസ്റ്റന്റിൽ എഴുതുകയാണെങ്കിൽ 1 1 5, അടുത്ത എക്സിന്റെ കോഎഫിഷ്യന്റ് 4 9 6, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് -2 -3 0, എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 1 2 1. നമുക്ക് 3 തന്നിട്ടുള്ളത്. ഇതിന്റെ റാങ്ക് 3 ആണോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ 1 1 5, ഇത് 0 കിട്ടും, 5 കിട്ടും, -14, 2 കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക 0, 2 -1 10, 1 -1 0, 2 -1 1, -4 ഇങ്ങനെ കിട്ടും. ഇത് എന്തായാലും നോക്കിയാൽ കാണാൻ പറ്റും, ഇതിന്റെ റാങ്ക് 3 ആണെന്ന് കിട്ടും അല്ലേ. കാരണം ഈ 5നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് -14/5 എന്ന് ഇവിടെ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഈ 3 വാല്യൂ ഡിഫറെന്റ് ആണ്. ഇത് 3 കൂടെ സെയിം ആണെങ്കിൽ റാങ്ക് 2 കിട്ടുള്ളൂ. രണ്ടെണ്ണമെങ്കിലും ഡിഫറെന്റ് ആണെങ്കിൽ റാങ്ക് നമുക്ക് 2 ആണ് കിട്ടുക അല്ലേ. അപ്പൊ ഇത് റാങ്ക് ഇത് മൂന്നും സെയിം ആണ് വരുന്നതെങ്കിൽ, ഒന്നൊന്നിനെ മൾട്ടിപ്പിൾ ആയിട്ട് വരികയാണെങ്കിൽ, ഇപ്പൊ 5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു, ഈ 3 വാല്യൂം ഒരേ പ്രൊപ്പോർഷൻ ആയിട്ട് വരുവാണെങ്കിൽ മാത്രമാണ് ഇതിന്റെ റാങ്ക് നമുക്ക് 2 എന്ന് പറയാൻ പറ്റുക. അല്ലെങ്കിൽ റാങ്ക് തീർച്ചയായിട്ടും 3 ആയിരിക്കും. ഇപ്പൊ ഇതിന്റെ റാങ്ക് 3 ആണ് വരിക. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഈ 3 വെക്ടേഴ്സും P1 P2 P3 എന്ന് പറയുന്ന 3 പോളിനോമിയൽസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ റാങ്ക് 3 ആണ്. ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണെന്ന് ഡയറക്റ്റ് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യനും പോളിനോമിയൽ സ്പേസ് ആണ്. സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, അതിൽ തന്നെ f(0) ഈക്വൽ ടു 0 ആകുന്ന കേസുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പോളിനോമിയൽ, ലെറ്റ് മീ കോൾ ദാറ്റ് as v, ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ആണ്. അപ്പോൾ അതായത് a0 പ്ലസ് a1x പ്ലസ് എക്സെട്ര പ്ലസ് anx റേസ് ടു n സച്ച് ദാറ്റ് ഈ പോളിനോമിയലിനകത്തേക്ക് നമ്മൾ 0 കൊടുക്കുമ്പോൾ 0 കിട്ടണം, f(0) ഈക്വൽ ടു 0 കിട്ടണം അല്ലെ. അപ്പൊ നമ്മൾ ഇതിനകത്തേക്കും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ദാറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ a0 a1x പ്ലസ് എക്സെട്ര പ്ലസ് anx റേസ് ടു n സച്ച് ദാറ്റ് f(0), എക്സിനെല്ലാം 0 കൊടുക്കുക, അപ്പൊ നമുക്ക് 0 കിട്ടണം. അപ്പോൾ a0 പ്ലസ് ബാക്കിയെല്ലാം 0 ആയി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ a0 0 ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് a1x പ്ലസ് എക്സെട്ര പ്ലസ് anx റേസ് ടു n ആയിട്ട്. ഇങ്ങനെയുള്ള പോളിനോമിയലുകളുടെ സെറ്റാണ് v എന്ന് പറയാം അല്ലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബേസിസ് ഏതായിരിക്കും? ഇതിന്റെ ബേസിസ് എന്ന് പറയുന്നത് എക്സ്, എക്സ് സ്ക്വയർ, എക്സെട്ര, എക്സ് റേസ് ടു n ആയിരിക്കും.
അപ്പോൾ ഇതിന്റെ ബേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ n ആയിരിക്കും. അപ്പോൾ ഇതൊരു n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണ്. ബേസിക്കലി നമ്മൾ ഇത്രയും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. പോളിനോമിയൽ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം n+1 ആണ്. Pn(x)ന്റെ ഡയമെൻഷൻ n+1 ആണ്. ഇതുപോലെ ഒരു കണ്ടീഷൻ കൊടുത്താൽ ശരിക്കും അതിനകത്തുനിന്ന് ഒരു ടേം 0 ആയി പോവുക ചെയ്യാം. a0 എന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡന്റ് ടേം 0 ആയി പോവുക ചെയ്യാം. അപ്പോൾ ശരിക്കും n+1ൽ നിന്ന് ഒരെണ്ണം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? n കിട്ടും. പക്ഷെ അങ്ങനെ എഴുതണമെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ വേണം. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തുള്ള ഒരു പരിചയം ഉണ്ടെങ്കിലാണ് ഡയറക്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാതെ ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് എഴുതാൻ പറ്റും. അടുത്തത് സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വി എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ഓഫ് m by n മെട്രിസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓവർ ദി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡയമെൻഷൻ ഓഫ് വി ആണ്. ഇതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഒരു m by n മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് m റോസും അല്ലെ m റോസ് ഉണ്ടാവും, n കോളംസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള എലമെന്റുകൾ ആക്ച്വലി എനിക്ക് ഇഷ്ടമുള്ള എലമെന്റുകൾ കൊടുക്കാം. ഇൻഡിപെൻഡന്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇവിടെ കൊടുക്കാം അല്ലെ. അപ്പോൾ ഈ ടോട്ടൽ mn എലമെന്റ്സിനകത്ത് എത്ര ഇൻഡിപെൻഡന്റ് പൊസിഷൻസ് ഉണ്ട് എന്ന് എണ്ണുന്നതാണ് ഇതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വേറെ ഒരു കണ്ടീഷനും പറഞ്ഞിട്ടില്ല. സെറ്റ് ഓഫ് ഓൾ m by n മെട്രിക്സസ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര പൊസിഷൻസ് ഉണ്ടാവും? mn പൊസിഷൻസ് ഉണ്ടാവും. ഓരോ പൊസിഷനിലും എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം അല്ലെ. ഓരോ പൊസിഷൻ ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ എത്രയായിരിക്കും? mn ആയിരിക്കും. നേരെ മറിച്ച് ഞാൻ പറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ലാസ്റ്റത്തെ പൊസിഷനിൽ 0 വരണം എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മാത്രം എനിക്ക് ഇൻഡിപെൻഡന്റ് ചോയ്സ് അല്ല, 0 ഫിക്സ്ഡ് ആണ്. ആ കേസിൽ മാത്രം മൊത്തം mn എലമെന്റ്സിൽ ഒരു പൊസിഷന് മാത്രം എലമെന്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അവിടെ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചോയ്സ് ഇല്ല, ആ വാല്യൂ ഡിപെൻഡന്റ് ആണ്. അപ്പൊ ആ ഒരു പൊസിഷൻ കുറയ്ക്കണം. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എത്രയായിരിക്കും? mn-1 ആയിരിക്കും. ഇങ്ങനെ തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മുടെ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് അതിൽ എത്ര ഇൻഡിപെൻഡന്റ് ചോയ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ ഇതാണ്. സെറ്റ് ഓഫ് ഓൾ സ്ക്യൂ സിമെട്രിക് മെട്രിസസ് ഓഫ് ഓർഡർ n by n. ഇപ്പൊ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ വേണം. ഓക്കെ, ഓവർ റിയൽ നമ്പേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ള സ്ക്യൂ സിമെട്രിക് ആണ്. ഡയഗണൽ എൻട്രീസ് 0 ആണ്. ഇവിടെ ഒരു എ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എ ഡിപ്പെൻഡന്റ് ആണ്. കാരണം ഇത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം. ഇത് ഡയഗണൽ എൻട്രീസ് എല്ലാം 0 ആണ്. ഇവിടെ ബി ഉണ്ടെങ്കിൽ ഇത് -b ആണ്. ഇവിടെ സി ഉണ്ടെങ്കിൽ ഇത് -c ആണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഡയഗണൽ എൻട്രീസിന്റെ താഴെയുള്ള എല്ലാ എലമെന്റും ഡിപ്പെൻഡന്റ് എലമെന്റ് ആണ്. ഇതൊന്നും നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം മുകളിലുള്ള വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അതുപോലെ ഇതെല്ലാം സീറോസും ആണ്. ഇതും നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഈ എലമെന്റുകളെല്ലാം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ മതിയാവും അല്ലെ. ഇപ്പൊ ഫസ്റ്റ് റോ നമ്മൾ കൗണ്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഇപ്പൊ 0 ഇല്ല, ബാക്കിയുള്ള n-1 എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് n-2 എലമെന്റ് ആയിരിക്കും. അതിന് താഴെ n-3 എലമെന്റ്സ് ആയിരിക്കും. വന്ന് വന്ന് ലാസ്റ്റത്തെ എലമെന്റ് 0, അവിടെ എലമെന്റ് ഇല്ല. അതിന് മുകളിൽ ഒരു 1 ഉണ്ടാവും, മുകളിൽ 2 ഉണ്ടാവും, എക്സെട്ര ഉണ്ടാവും. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഇത്രയും ഇൻഡിപെൻഡന്റ് ചോയ്സുകൾ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദീസ് എലമെന്റ് ആയിരിക്കും. 1 + 2 + എക്സെട്ര + n-1. അതായത് ഇത് സം ഓഫ് ഓൾ ഫസ്റ്റ് n-1 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n-1 ടൈംസ് n/2 ആയിരിക്കും. സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ n² - n/2 ആയിരിക്കും. ആൻസർ 2 ആണ്. ഇതും ഒരു മെട്രിക്സിന്റെ പ്രോബ്ലം ആണ്. 3, 1, 1, -2 is written as a linear combination of this. അല്ലെ. അപ്പൊ ഏത് ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ടാണ് ഇത് കിട്ടുക എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആൻസറിൽ നിന്ന് തിരിച്ചു പോകുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇത് 3, 1, 1, -2 നമുക്ക് കിട്ടണം അല്ലെ. നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 1, 1, 0, -1 ഉണ്ട്, 1, 1, -1, 0 ഉണ്ട്, 1, -1, 0, 0 ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഇക്വേഷൻ എഴുതി കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ നമുക്ക് 4 വാല്യൂസ് എഴുതണം, 3 വാല്യൂസ് എഴുതണം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നോക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഒരു 2, 1, 2 എഴുതുന്നു. ഈ ഇക്വേഷൻ ശരിയാകുന്നുണ്ടോ എന്ന് നോക്കുക. 2 + 1 + 1
പ്ലസ് 2. അപ്പൊ 5 വരും. ഇത് 3 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ശരിയായില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഇത് മാറ്റാം. അപ്പൊ ഇവിടെ 2ഉം 1ഉം ഈ 2 ഇവിടെ വെക്കാൻ പറ്റില്ല. രണ്ടാമത്തെ എടുത്ത് നോക്കാം. ഇത് 2 വെച്ചു, -1 വെച്ചു, -2 വെച്ചു. 2 -1 -2 അപ്പോഴും -1 ആണ് കിട്ടുക അല്ലേ? അപ്പൊ അതും പറ്റൂല. ഇതും പറ്റില്ല. അപ്പൊ അതും നമുക്ക് ഒഴിവാക്കാം. അടുത്തത് മൂന്നാമത്തെ ചോയ്സ്. 2 -1 2. അപ്പൊ 2 -1 1 +2 yes 3. ഫസ്റ്റ് പൊസിഷൻ ശരിയായി. 2 -1 1 -2. 2 -1 1 1 1 -2. 1 -2 -1 അല്ലേ? അപ്പൊ അത് ശരിയാവില്ല. അതും തെറ്റാണ്. അപ്പൊ അത് ശരിയാവില്ലല്ലോ. ഈ എലമെന്റ് ശരിയാവില്ല. ഓക്കെ. അപ്പൊ അതും വെക്കാൻ പറ്റില്ല. അപ്പൊ ലാസ്റ്റത്തെ നോക്കാം. -2 1 2. ഓക്കെ. -2 2 + 1 -2. -2 1 2 ആണല്ലേ. 2 + 1 3 3 -2 ഇത് 2 കിട്ടണ്ടേ? അപ്പൊ ഇത് ശരിയാവില്ല. അപ്പൊ 3 ഓപ്ഷൻ ആണ് ശരിയെന്ന് തോന്നുന്നു. 3 ഓപ്ഷൻ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. തേർഡ് ഓപ്ഷൻ 2 -1 +2 ഇടുന്നൊന്നായിരിക്കും. 2 + 2 3 3 കറക്റ്റ് ആയി. 2 -2 -1 ഒരു പ്രശ്നമുണ്ട്. 2 -1 +1 1 -2 -2 ആക്ച്വലി ദിസ് ഹാസ് ടു ബി -1. പ്രോബ്ലത്തിന്റെ പ്രശ്നമാണ്. എടുക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തെ കൊടുക്കുമ്പോഴാണ് ശരിയാവുക. വേറെ ഒന്നും ശരിയാവില്ല അല്ലേ? ശരിക്കും ഇത് -1 ആണ്. പ്രോബ്ലത്തിന്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇനി മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇതാണ് ഉള്ളതിൽ എളുപ്പം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഒരു C1 C2 C3 എന്ന് എടുക്കുക. അപ്പൊ 4 ഇക്വേഷൻ ഈ ഓരോന്നിനെ ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ C1 C2 C3 C4ന് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യണം. അപ്പൊ അത് അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ് അല്ല. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഈ കേസിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വർക്ക്ഔട്ട് ആവും. ഈ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ ഇങ്ങനെ മാത്രമുള്ള മെട്രിക്സുകൾ ആയിക്കൊള്ളണമെന്നില്ല. ഇതല്ലാതെയും ഏതെങ്കിലും വെക്ടർ സ്പേസുകളിൽ നിന്നും പല രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ അല്ലാതെയുള്ള ക്വസ്റ്റ്യൻസ് ഓരോ വെക്ടർ സ്പേസ് എങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കാണാറുള്ളത്. എനിവേ കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.